ലഹരിക്കെതിരെ യുവതലമുറയിൽ അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ പെരുമാട്ടി കൈപ്പയൻ കൊളമ്പ് ക്ലീൻ ഫ്യൂച്ചർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പുതുവെളിച്ചം എന്ന പേരിൽ കെ ദേശം ഹാളിലാണ് പരിപാടി നടന്നത്. അറിവാണ് ലഹരി, ആരോഗ്യമാണ് ലഹരി, യുവത്വത്തിന്റെ ശക്തി ലഹരിയല്ല, ലക്ഷ്യമാണ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു പരിപാടി. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗം തടയുന്നതിനായി സർക്കാർ സംവിധാനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്കും യുവാക്കൾക്കും കൂടുതൽ അറിവ് നൽകുക എന്നതായിരുന്നു പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രാമത്തിൽ നിന്ന് ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ എന്റെ മനസ്സിലുമുണ്ട്, ഈ നാട് നേരെയാകണം, ഇവിടുത്തെ രക്ഷകർത്താക്കൾ സമാധാനമായി അന്തരീക്ഷത്തോടുകൂടി ജീവിക്കണം, ഇവിടുത്തെ വിദ്യാർത്ഥികൾ നല്ല മിടുക്കന്മാരായ ഈ സമൂഹത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്ന തരത്തിലേക്ക് ഉയർന്ന വിദ്യാർത്ഥികളായി മാറണം. ആ മാറുന്ന രീതിയിലേക്ക് നമ്മളൊരു സംഘടന ശക്തിപ്പെടുമ്പോൾ അവരിവിടെ ഈ വെളിച്ചം, പുതുവെളിച്ചത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ഈ ഗ്രാമം, ഈ പ്രദേശം പെരുമാട്ടി ഗ്രാമപഞ്ചായത്തില് ഒരു മാതൃകയാക്കുന്ന രീതിയിലേക്ക് അവ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് എനിക്കിവിടെ ബോധ്യപ്പെട്ടത്. പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 20 വാർഡും, ആ വാർഡിൽ ഓരോ വാർഡ് അടിസ്ഥാനം എടുത്ത് പരിശോധിച്ചാൽ 1200 വോട്ടർമാരും, ആ വോട്ടർമാരുള്ള ഈ ഗ്രാമപഞ്ചായത്തിന്റെ 8000 കുടുംബങ്ങളുള്ള ഈ ഗ്രാമപഞ്ചായത്തിൽ ഇവിടുത്തെ 59 വീട്ടുകാർക്ക് ഈ ഗ്രാമത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വളരെ ആശ്ചര്യമെടുത്ത താല്പര്യമാണ് ഈ ഗ്രാമപഞ്ചായത്തിന്റെ പാലക്കാട് ജില്ലയിൽ തന്നെ, ചിറ്റൂർ താലൂക്കിൽ തന്നെ ഒരു മാതൃകയാകുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സന്ദേശമാണ് ഇവിടെ നമ്മൾ അതിവർത്തിക്കാൻ സാധിച്ചത്. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ തുടങ്ങിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിപാടിയിൽ വിശദീകരണം നൽകി. ഓപ്പറേഷൻ തണ്ടറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ലഹരിവിരുദ്ധ നടപടികളും സംബന്ധിച്ച അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം.എൻ. സുരേഷ് ബാബു വിശദീകരണം നടത്തി. ലഹരി ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യത്തെയും കുടുംബ ബന്ധങ്ങളെയും സാമൂഹ്യ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി ക്രിയാത്മകമായ ജീവിതത്തിലേക്ക് നയിക്കേണ്ടതിന്റെ ആവശ്യകതയും പരിപാടിയിൽ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സമൂഹത്തിന്റെ കൂട്ടായ ഇടപെടലിന്റെ പ്രാധാന്യവും വിശദീകരിച്ചു. പരിപാടിയുടെ ഭാഗമായി കലാകാരൻ കുമരേഷ് വടവന്നൂർ അവതരിപ്പിച്ച കലാപരിപാടിയും അരങ്ങേറി. ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലായിരുന്നു അവതരണം. തുടർന്ന് സബ് ഇൻസ്പെക്ടർ നൌഫൽ ലഹരിക്കെതിരായ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിപാടിയിൽ പങ്കെടുത്തവർ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുമെന്നും ലഹരിയുടെ വ്യാപനത്തിനെതിരെ ജാഗ്രത പുലർത്തുമെന്നും പ്രതിജ്ഞയെടുത്തു. യുവതലമുറയുടെ ഊർജ്ജവും കഴിവുകളും ലഹരിക്കായി പാഴാക്കാതെ വിദ്യാഭ്യാസം, ആരോഗ്യം, കല, കായികം, തൊഴിൽ തുടങ്ങിയ ക്രിയാത്മക മേഖലകളിലേക്ക് തിരിച്ചുവിടണമെന്ന സന്ദേശത്തോടെയാണ് പുതുവെളിച്ചം പരിപാടി സമാപിച്ചത്. മനോജ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവദാസ്, പഞ്ചായത്തംഗം സരസു, കൂടാരം ട്രസ്റ്റ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ, ചിറ്റൂർ പ്രതികരണവേദി പ്രസിഡന്റ് ഷെൽവൻ, വിരമിച്ച സൈനികൻ വിനോദ് കുമാർ, സിവിൽ ഡിഫൻസ് അംഗം സാനു, അംഗൻവാടി ടീച്ചർ ഷീന, മഹേഷ് എന്നിവർ പ്രസംഗിച്ചു. പിന്നണി ഗായകൻ പ്രണവം ശശി നാടൻപാട്ട് അവതരിപ്പിച്ചു. മുരുകേശൻ നന്ദി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.